Good morning, sir. Yes, Achu, good morning. Good morning, sir. Sejashmi Daya, good morning. How are you, sir? Good morning, sir. Yes, good morning. Aishwarya, good morning. Good morning, sir. Okay. Alisa, good morning. Good morning, sir. Okay, Jasmine, good morning. Good morning, sir. Okay, good morning. Anjali, good morning. Morning, sir. Okay, Yosmi, good morning. Okay, Good morning. Sahilat, good morning. Good morning, sir. Okay, Aisha, good morning. Yes, Yosmi, പറഞ്ഞോളൂ. സാർ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ വരുന്നത്. യെസ്, ധൈര്യമായിട്ട് വരിക. യെസ്, ഡോണ്ട് വറി. യെസ്, ജോസ്മിയുടെ നാട് എവിടെയാണ്? തൃശ്ശൂരാണ്, കൊഴുക്കുള്ളി എന്ന് പറയും. തൃശ്ശൂർ എവിടെ? കൊഴുക്കുള്ളി. ആ, ഓക്കെ. പരിചയമില്ല. പരിചയമില്ല. പാലിയേക്കരയൊക്കെ കഴിഞ്ഞിട്ട്. പാലിയൊക്കെ ടോളൊക്കെ കഴിഞ്ഞിട്ടല്ലേ? ടോളൊക്കെ കഴിഞ്ഞിട്ട്. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, ഏതായാലും ശനിയാഴ്ച ഞാൻ അവിടെ നിങ്ങളുടെ നാട്ടിൽ വരുന്നുണ്ട്. തൃക്കൂരിലുള്ള വീടിന്റെ അടുത്താണ്. തൃക്കൂര് അല്ലല്ല, തൃക്കൂര് ഇവിടെ നിന്ന് കുറച്ച് പോണം. യെസ് യെസ് യെസ്, ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് അപ്പൊ ജോസ്ബി വരാൻ താമസിച്ചത്? ഇവിടെ ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ മോള് ഇവിടെ 1 മാസത്തേക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ടൈമിലൊക്കെയാണ് അവൾക്ക് പോകേണ്ടത്. കുറച്ച് കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വഴിമാറി കൊടുത്തതാണ് അല്ലേ? അതെ. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ, ലെറ്റ് us start. ഞാൻ പറയാം സർ. കണ്ടിന്യൂ കണ്ടിന്യൂ. Oh loving God, we offer our studies, thoughts, words, and actions this day. Enlighten our mind, strengthen our memory, and guide us to do what is right. Amen. Yes, very good, very good, very good. Very simple prayer. Okay. Then, thought of the day. സാർ ഞാൻ പറയട്ടെ? Yes, പറഞ്ഞോളൂ. ഞാനാണോ സാർ? Yes, continue. No problem. If you fail, never give up, because fail means first attempt in learning. APJ അബ്ദുൽ കലാമിന്റെ ഒരു കറക്റ്റ് ആണ്, വെരി ഗുഡ്. APJ അബ്ദുൽ കലാം പറഞ്ഞ പരാജയം എന്ന് പറയുന്ന ഒരു വേർഡില്ല. ഫെയിൽ എന്ന് പറയുന്നതിന് പുള്ളി കൊടുത്തിരിക്കുന്നത് ഒരുപാട് വാക്കുകൾക്കുണ്ട്. പുള്ളി കൊടുത്തിരിക്കുന്ന പ്രചരമാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് കുറച്ച് പേടിയായിരുന്നു, അപ്പോ പെട്ടെന്ന് എടുത്തപ്പോ ഈ തോട്ടാണ് എനിക്ക് കിട്ടിയത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പോ നമ്മുടെ ശക്തമായിട്ടുള്ള ഒരു നിരയാണ് ഇവിടെ നമുക്കുള്ളത്. എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമാണ്. ടീമിന്റെ കൂട്ടത്തിലാണ് ആര് വന്ന് പെട്ടിരിക്കുന്നത്? ജോസ്ബി വേണ്ടി അല്ലേ അനു? Am I right? Yes sir. Yes. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ വൈകി വന്നു വെച്ച് ടെൻഷൻ അടിക്കണ്ട. ഇത് പറയാ രജനീകാന്തിന്റെ ഒരു സിനിമയിൽ പറയുന്ന പോലെ ലേറ്റ് ആയാലും അല്ലെ രജനി ലേറ്റസ്റ്റ് ആയിട്ട് വരും അല്ലേ? യെസ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. യെസ്, അപ്പൊ റിലേറ്റീവ് പ്രോനൗണിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് വേറെ ചെറിയൊരു കാര്യം ചെയ്ത് നമുക്ക് കിടക്കാം. യെസ്, നമ്മൾ ഇന്ന് ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിന്റെ 1-2 ഉപയോഗത്തെ കുറിച്ച് കൂടി നമുക്ക് ആദ്യം നോക്കിയതിന് ശേഷം അങ്ങോട്ട് നമുക്ക് കിടക്കാം. യെസ്, അപ്പൊ സാധാരണഗതിയിൽ ഹാസോ ഹാവോ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് പറയുമ്പോഴാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ ടെൻസ് ആണ്. അപ്പൊ അതവിടെ വിട്ടേര്, ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്ന് ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് എന്നർത്ഥമുണ്ട് അല്ലെ? ഐ ഹാവ് എ കൗ, എനിക്കൊരു പശുവുണ്ട്. അപ്പൊ ഹാവ് എന്ന് പറയുന്ന വെർബിന്റെ
ഓക്സിലറി വെർബിന്റെ ഉണ്ട് എന്ന് പറയുന്ന ഉപയോഗത്തെ കുറിച്ച് നമുക്ക് എന്തൊന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് റിലേറ്റീവ് പ്രോനൗണിലേക്ക് പോകാം. യെസ്, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഈ എന്താ പറയാം, ഐ ഹാവ് ലോങ് ഹെയർ, എനിക്ക് എന്തുണ്ട്, നീളമുള്ള മുടിയുണ്ട്. ഐ ഹാവ് റൗണ്ട് ഫേസ്, എനിക്ക് റൗണ്ട് ഫേസ് ഉണ്ട്. ഐ ഹാവ് എ ബിഗ് ഹൗസ്, എനിക്കൊരു വീടുണ്ട്, വലിയ വീടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്ന് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്ന ഒരു 5 ഐറ്റംസ് നിങ്ങൾ നോക്കി വെച്ചേക്കാം. 5 കൂടെ നോക്കി വെച്ചോ. കാരണം എന്താണെന്നറിയാമോ, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഐറ്റം കൊണ്ട് വേറെ ആൾക്കാർ പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജീവിതത്തിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ മനസ്സിലൊരു സാധനം വിചാരിച്ചിട്ടുണ്ട്, ഉണ്ട് എന്ന് ആരും പറയുമെന്ന് ഞാൻ നോക്കട്ടെ, ആരാണ് പറയുന്നത്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാനത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഐ ഹാവ് എ സപ്പോർട്ടിങ് ഫാമിലി, എനിക്കൊരു സപ്പോർട്ടിങ് ഫാമിലി ഉണ്ട്. യെസ്, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നല്ല വെറൈറ്റി പിടിക്കുക. എല്ലാവരും പോകുന്ന വഴിയിലൂടെ ഒന്നും പോകണ്ട. സംതിങ് എൻ്റയർലി ഡിഫറെന്റ്, സംതിങ് എൻ്റയർലി മാഗ്നിഫിഷ്യന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം അച്ചുവിലോട്ട് വരണം. അച്ചു, ആർ യു റെഡി? യെസ്, അച്ചു നോക്കിയിട്ട് അച്ചുവിനുള്ളതെന്ന് തോന്നുന്ന ഒരു 5 ഐറ്റംസ് എന്ന് പറഞ്ഞു നോക്കി. ഐ ഹാവ് a big ഞാനൊന്ന് ബാക്കി പൂരിപ്പിക്കാം. ഐ ഹാവ് എ ബിഗ് ഡ്രീം, കേട്ടോ, എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട്. യെസ്, ഓക്കെ, ഐ ഹാവ് എ ബിഗ് ഡ്രീം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അവിടെ നിന്നൊരു അച്ചു ചുറ്റും നോക്കി, അവിടെ കാണുന്ന ഐറ്റംസ് മതി. I have a pen. ഐ ഹാവ് എ പെൻ. I have a water bottle. ഐ ഹാവ് എ വാട്ടർ ബോട്ടിൽ. ഒരെണ്ണമുണ്ടെങ്കിൽ മാത്രമേ എ പറഞ്ഞാൽ മതി. ഒന്ന് കൂടുതലുണ്ടെങ്കിൽ എന്ന് പറയണ്ട, എ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. യെസ്, പറഞ്ഞു. I have loudspeaker. യെസ്, ഓക്കെ. I have a pen. ഐ ഹാവ് എ പെൻ. I have pencil. ഐ ഹാവ് പെൻസിൽസ്. I have book. ഓക്കെ, അവിടെ നിന്നോട്ട് ഫാൻസി ആ ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി, എന്തെല്ലാം പുറത്ത് കാണുന്നുണ്ട്. നോക്കുമ്പോ നമ്മളതെ കാണുന്നുണ്ട്, നല്ലൊരു അയൽവാസിയെ കാണുന്നില്ലേ. അപ്പൊ അത് പറയാല്ല, ഐ ഹാവ് എ ഗുഡ് നെയ്ബർ. യെസ്, അവിടെ ഒരു ഗാർഡൻ കാണുന്നുണ്ട്. അപ്പൊ ഐ ഹാവ് എ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഹൗസ്. അങ്ങനെ അകത്തോട്ട് നോക്കാൻ പറഞ്ഞ അകത്ത് മാത്രം നോക്കണ്ട, അത് പുറത്തോട്ടേക്ക് നോക്കിക്കോളൂ. യെസ്, വെറൈറ്റി. അല്ല, ഞാൻ പുറത്തോട്ട് നോക്കുന്നുണ്ട്, അതിലോട്ട് വരുന്നതേ ഉള്ളൂ. യെസ്, അതിനകത്തേക്ക് വരുന്നതേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ ഓക്കെ, അച്ചുവിന് നമുക്ക് ഒരു കൺസിഡറേഷൻ കൊടുക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അച്ചുവിന് ആലോചിക്കാനുള്ള സമയം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കാരണം ആദ്യം പറഞ്ഞത് അച്ചുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്, ആലോചിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ട്. യെസ്, അപ്പൊ സാഹിലത്തെ, ആർ യു റെഡി? യെസ്, പറഞ്ഞോളൂ സാഹിൽ. I have a 3 kids. I have a 3 kids. ഐ ഹാവ്, അപ്പൊ എ കളയാം കേട്ടോ, 3 ഇല്ലേ. അപ്പൊ എ എന്നുള്ള കളയാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാണ്. അപ്പൊ ഒരു എന്ന് പറയില്ല. അപ്പൊ എ കളയാം. ഐ ഹാവ് 3 kids. ഓക്കെ, കറക്റ്റ്. I have a dream to teacher. യെസ്, ഓക്കെ. I have a lovable mother. യെസ്, ഓക്കെ. I have a beautiful cat. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ക്യാറ്റ്. ഓക്കെ. I have a pen. ഐ ഹാവ് എ പെൻ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സാഹിലത്തെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളെ മനസ്സൊന്നൊക്കെ അതിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെടട്ടെ. നമുക്ക് ചെറിയ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ്. ഇതൊക്കെ നമുക്ക് ഇനി അവിടെ ഇറക്കാനുള്ളതാണ്. യെസ്, ഓക്കെ. രഞ്ജിനി പറഞ്ഞോളൂ. രഞ്ജിനി മൈക്ക് ഓൺ ആക്കിയിട്ടില്ല, മൈക്ക് ഓൺ ആക്കിയിട്ടില്ല. Okay. I have loving parents. I have lovely parents. Okay. I have a beautiful garden. I have a beautiful garden. Okay. I have a good friend. I have a good friend. Okay. I have good collection of toys.
Yes, I have good collection of toys. Very good. I have 4 children. I have 4 children. Yes, Okay. that is all. Okay. Very good. Okay. നിങ്ങൾ അങ്ങനെ നോക്കിയാൽ മതി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്ക്. എന്റെ രസകരമായിട്ടുള്ളത് നിങ്ങൾ പറയൂ. Okay, Tara. Next is your chance. Tara, Yes, sir. are you ready? Okay, അടുത്തത് ഐശ്വര്യയിലോട്ട് വരാം കേട്ടോ. ഐശ്വര്യ, you get ready. Okay. I have a dance team. I have a dance team. Oh, Tara, you are a dancer. Yes. Yes. Which type of dance? Classical or അല്ല, modern? no. തിരുവാതിര കൈകൊട്ടികൾ. തിരുവാതിര കൈകുട്ടിക്കളി. യെസ്. അപ്പൊ നമുക്ക് അടുത്ത നമ്മൾ കോൺവെക്കേഷൻ സെറമണിക്ക് നിങ്ങളിവിടെ വരുമ്പോൾ ഒരു പെർഫോമൻസ് നടത്താം. ഓക്കെ, തീർച്ചയായിട്ടും. MT നയൻകാരുടെ കോൺവെക്കേഷൻ സെറമണിയാണ് 24th. അവരിപ്പൊ തന്നെ ഒരുപാട് ഐറ്റംസ് പേര് കൊടുത്തിട്ടുണ്ട്. യെസ്, സ്കിറ്റ് വരെ കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഓക്കെ, നമുക്ക് തകർക്കാം. ഓക്കെ താര, യു കണ്ടിന്യൂ. I have a new handbag. I have a new handbag. I have a friendly English sir. I have a friendly English sir. Okay, thank you for the compliment. I have a new hair clips. I have new hair clips. Okay. I have a good husband. I have a good husband. Okay. 5 I. 5 ആയി. Okay, 5 ആവാൻ വേണ്ടി കാത്തിരിക്കാൻ. ഞാനൊരു ഫ്ലോയിൽ അങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. യെസ്, ഓക്കെ. ടോട്ടലി 6 എഴുതിയുള്ളൂ. അതിൽ I have 2 children എഴുതിയായിരുന്നു. അപ്പൊ അതൊരാൾ പറഞ്ഞല്ലോ. കുഴപ്പമൊന്നുമില്ല. യെസ്, ഓക്കെ. You can understand it. Okay, very good. Then Aishwarya Senwal. I have a cute baby boy. I have a baby boy. I have the ability to speak. I have. The ability to speak. Okay. I have a scooter. I have a. This one we get it. Scooter. Yes. I have a scooter. I have good friends. I have good friends. പിന്നെ I have a caring husband എന്ന് എഴുതി. അത് ഓൾറെഡി പറഞ്ഞു. Yes, okay. അത് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞോ, മറ്റേത് ഗുഡാണ്, ഇപ്പൊ കെയറിംഗ് ആയി. ദാറ്റ് ഈസ് ഓൾ, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. ഇത് നിങ്ങളെ ഈ ക്ലാസിന്റെ റെക്കോർഡ് ക്ലാസ് കൊണ്ട് ഭർത്താവിനെ കേൾപ്പിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഐശ്വര്യ. സേതുലക്ഷ്മി കഴിഞ്ഞാൽ ഐശ്വര്യോട്ട് വരാം. ഐഷ, യു ഗെറ്റ് റെഡി. സേതുലക്ഷ്മി സ്റ്റാർട്ട്. ഞാനെഴുതി ഓൾറെഡി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല സാറേ. അല്ല, ഞാൻ പറഞ്ഞ കുറച്ച് കൂട്ടി എഴുതിക്കോ എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാക്കാം. I have a super mother. I have a super mother. I have a super mother-in-law ആണോ മദർ ആണോ? Mother. Okay. I have a super class on smart tree. I have super class on smart tree. Oh, very good. I have a good heart. Yes, I have a good heart. എന്നൊക്കെ ആരും പറയാതാണ്. ഞാൻ അതാണ് പറഞ്ഞത്, വെറൈറ്റി പിടിക്കൂ. I have a good heart. എനിക്ക് നല്ലൊരു ഹൃദയമുണ്ട്. യെസ്, ഓക്കെ. I have a good smile. I have beautiful smiling capacity. Okay, very good. Yes. I have a motorcycle. I have a motorcycle. Okay, very good. Okay, സേതുലക്ഷ്മി എഴുതി വെച്ചേക്ക് കയ്യിൽ നിന്ന് പോയതാണ്. ഇത് സേതുലക്ഷ്മി തത്സമയം ഉണ്ടാക്കിയതാണ് അല്ലേ? ഓക്കെ, അതാണ് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ്. യെസ്, നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ ഒന്നുമില്ല. ഇതുവഴി കഴിഞ്ഞ ആഴ്ച പറയായിരുന്നു. ഇത് നമ്മൾ ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പൊ നമ്മൾ പറയും. യെസ്, ഇത് കറക്റ്റ്. ഓക്കെ, സേതുലക്ഷ്മി. ഐഷ, ആർ യു റെഡി? Yes, sir. Okay, Jasmine, you get ready. Okay. Okay, sir. ഞാൻ എഴുതി വെച്ചത് ഓൾറെഡി എല്ലാരും പറഞ്ഞു സർ. അതൊക്കെ ഇന്നത് പറഞ്ഞിരിക്കുന്നതാണ് ജിസ്മിൻ. ഐഷ, ഡോണ്ട് വറി. യെസ്, റൈറ്റ് പിടിച്ചോ. I have friendly neighbors. I have a friendly neighbor. Very good. I have an aquarium. I have an aquarium. Yes. I have many lovebirds and fishes. I have many lovebirds. Okay. I have small house. Small House. I have a small house. Yes. I have a scooter. I have a one scooter. girl baby. Yes. Okay, Aisha. Very good. Jasmine, you start. Alisa, you get ready. Okay, sir. I have good handwriting.
I have good handwriting. Very good. I have lots of fields in front of my house. Yes, very good. I have a friendly husband. I have a friendly husband. Okay. I have long and brownish hair. Long and brownish hair. Okay. I have a cute son. I have a cute son. Yes. I have a black dress. I have a black dress. Okay, okay, okay. Very good, very good. നിങ്ങൾക്ക് അത് Okay. പറയാം. നിങ്ങൾക്ക് സ്പെഷ്യൽ ഡ്രസ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സിന്റെ കളർ വെച്ച് പറയാം. സ്വപ്ന, ആർ യു റെഡി? സാറേ ഞാനിവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുക, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ 3 എണ്ണം പറയുകയാണ്. എഴുതിയിട്ടൊന്നുമില്ല, പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്നത് പറയുകയാണേ. ഓക്കെ, ഓക്കെ, ധൈര്യമായിട്ട് പറഞ്ഞു. ഓക്കെ. സാർ, ഐ ഹാവ് മൈ സൺ വിത്ത് മീ. I have my son with me. Okay, he's here. Okay. Then I have a good English teacher from Montessori class. His name is Job sir. Yes, okay, very good. Then I have so many friends. Okay, I have so many friends. Okay. സാറേ അത്രയും പറയാണ്. ഞാനിവിടെ ചെറുക്കന് ചുമയാണ്, അതുകൊണ്ട് പിന്നെ ആശുപത്രി കാണിക്കാൻ നിൽക്കുകയാണ്. Yes, okay, very good. Okay, സ്വപ്നയുടെ ശുഷ്കാന്തി നോക്കി. യെസ്, തിരക്കിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്തും അതിനകത്തൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോയില്ലേ? യെസ്, ഓക്കെ സ്വപ്ന, വെരി ഗുഡ്. ഓക്കെ സാർ, താങ്ക്സ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അലീസ പറഞ്ഞോളൂ. Yes, sir. I have the ability to do any. ഓക്കെ, ഒരു മിനിറ്റ്. നൗമി, ഗെറ്റ് റെഡി. ഓക്കെ, അലീസ ഒന്നുകൂടി പറഞ്ഞോളൂ. I have ability to Do any work. Yes, okay. I have ability to do any work. എന്ത് ജോലി ചെയ്യാനുള്ള കഴിവും എനിക്കുണ്ട്. Yes, very good. I have a powerful mind. Yes, I have a powerful mind. I have a powerful mind. നേരത്തെ അവിടെ ഒരു ഗുഡ് ഹാർട്ട് വന്നിരുന്നു. പവർഫുൾ മൈൻഡ്. വെരി ഗുഡ്. Then I have a graceful future. I have a graceful future because I am optimistic. Hello, very good. I have a good teacher to guide me in a right path. I have a good teacher to guide me. Very good. I have a clear understanding of everything. I have a clear understanding of everything. Very good. That is what is called observation. Yes, okay. Ini. Thank you, sir. Okay, very good, Alisa. Very good. Naomi, you start. Hasina, you get ready. ഓക്കെ സാർ, ഞാനും എഴുതി വെച്ചതെല്ലാരും പറഞ്ഞു പോയിട്ടുണ്ട്. No problem. വിട്ട് കളഞ്ഞേര്. Yes. ഓക്കെ. I have a shiny star. I have a shining star. Okay. Yes. I have a nice teacher. Yes. I have a house. I have a house. Okay. I have a bag. Yes. I have a cute parrot. Yes. I have a flower. Yes. അഞ്ചെണ്ണം ആയില്ലേ സാർ? അഞ്ചെണ്ണം കഴിഞ്ഞു. പോളിങ്ങനെ പോയിക്കോട്ടെ എന്ന് വിഷയം ഉണ്ടായിരുന്നല്ലോ. Yes. Okay. No problem. Okay, Naomi. Yes. Okay, Very sir. good. Josmin, you get ready. Hasina, start. Okay, sir. I have eaten my breakfast. Okay. ഇത് കറക്റ്റ് ആണ്. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞാല് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആയിരുന്നു. സെന്റൻസ് ഐ ഹാവ് ഈറ്റൻ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞത് ഹാവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് ഒരു നൗൺ ആണ്. സെന്റൻസ് കറക്റ്റ് ആണ്. കണ്ടിന്യൂ. Okay. I have a new phone. Yes, okay. I have a great smile. I have a great smile. Okay. I have an awesome plan for teaching. Oh, very good. I have a solution to the problems. I have solution to every problem. അങ്ങനെ ആയിരിക്കും. എന്ത് പ്രശ്നത്തിനും എന്റെ കയ്യിൽ എന്തുണ്ട്? പരിഹാരമുണ്ട്. Solution. Yes. കഴിഞ്ഞു സർ. Okay. കഴിഞ്ഞു പറയണത്. That is all. Okay. Yes. Joseph, you start. പിന്നെ നിമിഷ, you get ready. Sir, പറഞ്ഞോളൂ ജോസ്മി. I have a beautiful garden. Yes, in front of my house. Okay. I have a good friend neighbor. Okay. I have a prayer team. Yes. Okay. I have a helping mentality.
യെസ്, ഐ ഹാവ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഇതാണ് ഒരു വലിച്ചിൽ വന്നല്ലോ അവിടെ. യെസ്, ഓക്കെ. തെറ്റാണോന്ന് എനിക്കൊരു ഇല്ലില്ല, സംശയം. ഞാൻ വിട്ടു മെന്റാലിറ്റിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകാൻ വിചാരിച്ചു. യെസ്, ഓക്കെ, അത് തെറ്റൊന്നുമല്ല. നോ പ്രോബ്ലം. കറക്റ്റ്. കണ്ടിന്യൂ. I have a car. യെസ്, I have a smart TV. യെസ്. I have a long hair. ഐ ഹാവ് ലോങ് ഹെയർ. വേണ്ടപ്പോ ഐ ഹാവ് ലോങ് ഹെയർ. ഓക്കെ. Thank you, sir. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നിമിഷ യു സ്റ്റാർട്ട്. രേഷ്മ യു ഗെറ്റ് റെഡി. നിമിഷ. യെസ്, നിമിഷ വരുമെന്ന് വിചാരിക്കാം. രേഷ്മ. Sorry. യെസ്, രേഷ്മയും വരുമെന്ന് നമുക്ക് വിചാരിക്കാം. രേഷ്മ വന്നു. അനു യു ഗെറ്റ് റെഡി. ഓക്കെ, രേഷ്മ യു കണ്ടിന്യൂ. I have a wonderful family. I have a wonderful family. Okay. I have a good habits. I have good habit. Very good. I have a beautiful children. I have beautiful children. Very good. I have do everything work. Yes. I have a beautiful face. Yes. I have a small cat. I have a small cat. Okay. I have participated the Montessori course. I have participated Montessori course. Present perfect tense. No problem. Yes. Okay. Okay. Very good, Reshma. Anu, Parjolu, Reshmi KM, Ramsey KM, you get ready. Okay. Okay. So I have strong communication skill. Very good. I have strong communication skill. I have a passion in teaching. I have passion in teaching. Very good. I have completed my PG in commerce. I have completed my PG. Present perfect tense. No problem. Continue. Okay. I have a very good teacher who teaches communicative English very well. Yes. Okay. I will have my MTTC certificate by the end of this year. Oh, yes. Very good. I have taught abacus to many children. Yes. Okay. Present perfect tense. No problem. Okay. I have born with the ability of multitasking. Yes. Very good. I have problem solving skill. Yes. I have problem solving skill. Okay. That's it, sir. Okay. Very good. Anu. Very good. Be self-confident always. Okay. Sheena, you get ready. Ramsey, you continue. Okay, sir. Okay, Ramsey, Parjolu. I have a new washing machine. I have a new washing machine. Oh, this സന്തോഷം ആരോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു റാംസി അല്ലേ? Very good. Okay. ഇപ്പൊ എത്ര പേരോട് പറയാൻ പറ്റി? 25 പേരോട് പറയാൻ പറ്റി. Yes. I have a big family. I have a big family. Oh, ആരും പറയാത്ത എന്ന് പറഞ്ഞു. very വ്യത്യസ്തമാണ്. Okay, different. Okay. I have very confidence. I have very confidence. Okay. I have an idea. I have an idea. Yes. I have a dream. I have a dream. Hola. Very good. Okay. Oh, very good. Okay, Ramsey. Very good. Shaiba, you get ready. Sheena. Sir, Sheena. I have 2 children. Yes, okay. I have tooth pain now. Yes. I have to pray others every day. Yes, I have to pray. Okay. I have to pray. I have a lovely husband. Yes, lovely husband. Okay. I have a supporting family. Yes, supporting family. I have become familiar with the. I will be. Yes, I have become familiar with the teaching English language. Okay. Yes. Finish. Okay, അത്രേ ഉള്ളൂ. Very good. Shaiba, you start. Revati, you get ready.
sir. പറഞ്ഞോളൂ. I have 3 children. Okay. I have a beautiful ring. Yes. I have a friendly husband. Yes. I have a. Friendly husband. Okay. I have a caring parents. Okay. I have a tailoring. Yes. I have a tailoring shop. Okay. I have a new mobile phone. Yes. I have a new mobile phone. Okay. അപ്പൊ വാഷിംഗ് മെഷീൻ ആയി, പുതിയ മൊബൈൽ ഫോൺ ആയി. Okay. ശരി. വെരി ഗുഡ്. മേരി ഡേസി, യു ഗെറ്റ് റെഡി. രേവതി പറഞ്ഞോളൂ. So I have a good communication skills in teaching. Yes, very good. Yes. I have a new job and I joined yesterday. Oh, which name of that job? JJ Hiring Center. Yes. എന്തായിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വാടകയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നതാ നമ്മള്. നിങ്ങളൊക്കെ ജോലിയും വരുമാനമൊക്കെ ആയി. Yes, okay. And I have 2 kids. Yes. I have a lovely family. Yes. I have a good cooking skill. Yes. I have diploma in Panchakarma therapy. Oh, very good. Yes. I have good observation skill. Yes. Okay. Yes, ഈ പഞ്ചകർമ്മ തെറാപ്പി എവിടെന്നാ പാസ്സായ? കടമശ്ശേരി പുനർനവ ആയുർവേദ ഹോസ്പിറ്റൽ. Yes, കളമശ്ശേരി. Your native place? ഒരു 7 yearsോളം. 7 years. Okay. Very good. Okay. Yes. അപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളവരുടെയൊക്കെ ടാലന്റ് സ്കില്ലൊക്കെ നിങ്ങൾ ഇങ്ങനെ അറിയുന്നേട്ടാ. ഐ ഹാവ് എന്ന് പറയുമ്പോൾ. ഓക്കെ രേവതി, വെരി ഗുഡ്. ശ്രീകുട്ടി, യു ഗെറ്റ് റെഡി. മേരി ഡേസി, യു സ്റ്റാർട്ട്. ഒരാൾ കൂടി ഉള്ളു കേട്ടോ. എന്റെ പേര് എന്തോ? പ്രിയ. ആ, യെസ്. ഇത് അമ്മയുടെ ഓക്കെ. I have good parents. I have good parents. I have 2 smart children. Yes. I have a new jacket. Yes. I have a pet dog. Yes. I have a good garden. Yes. I have a new car. Yes. That's it. Really. Okay. Mary Daisy, Priya, very good. Okay. Srikuti, are you ready? Mushkila, you get ready. Okay. ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ വന്നേ. അപ്പൊ No problem. ലേറ്റ് ആയാലും എന്താണ്, ഇവിടെ നമ്മുടെ ജോസ്ബി ലേറ്റ് ആയിട്ടല്ലേ വന്നേ. തകർക്കല്ലേ ജോസ്ബി? Yes, okay. അപ്പൊ എന്താണെന്ന് പറഞ്ഞ അത് ശരി. അപ്പൊ ഐ ഹാവ് വെച്ച് ഒരു 5 വാചകം പറഞ്ഞാൽ മതി. No problem. I have a good mother. I have a good mother. I have a good dancer. Oh, I have good dancing capacity. I like it. Dancing ability. Okay. I have a 1 child. Yes. I have a good husband. Yes. I have a lovely family. Yes. Thank you, sir. Okay, very good. Srikuti. Mumshida. Yes. ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഐ ഹാവ് വെച്ചിട്ടാണ് മനസ്സിലായി. എന്നാലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടിയൊക്കെ ധൈര്യമായില്ലേ മുംഷിദ? ഓക്കെ. ഇത് കഴിഞ്ഞ ദിവസം വന്നിട്ട് പേടിച്ചിരിക്കുന്നില്ലേ? അതൊക്കെ മാറിയില്ലേ? ഓക്കെ. I have best wife. Yes. I have and beautiful train. Yes. I have beautiful house. Yes. I have good mother. Yes. I have beautiful garden and vegetable. Yes. Finish. Okay, very good. Okay, Mumshida. Yes. ഇനി ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞപ്പോ വിട്ടുപോയി
ഒന്നുകൂടി ഒന്ന് മെനക്ക് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഞാൻ ചാൻസ് തന്നു എങ്കിലും ഓക്കെ സാഹിദ പറഞ്ഞോളൂ സാർ. I have a beautiful earth. യെസ്. That's all, sir. ഓക്കെ ഒരെണ്ണം കൂടി സാഹിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. യെസ്, വെരി ഗുഡ്. യെസ്, ഞാനിവിടെ മനസ്സിൽ വെറുതെ വിചാരിച്ചത് ആരായിരിക്കാം ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ് എന്ന് പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോ താര പറഞ്ഞു ഐ ഹാവ് ഗുഡ് ഹസ്ബൻഡ്, ഐശ്വര്യ പറഞ്ഞു ഐ ഹാവ് എ കെയറിംഗ് ഹസ്ബൻഡ്, ജസ്മിൻ പറഞ്ഞു ഐ ഹാവ് എ ഫ്രണ്ട്ലി ഹസ്ബൻഡ്, ഷീര പറഞ്ഞു ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ്, ദെൻ ഷൈബ പറഞ്ഞു ഐ ഹാവ് എ ഫ്രണ്ട്ലി ഹസ്ബൻഡ്, ഒടുവില് ശ്രീകുട്ടിയും പറഞ്ഞു ഐ ഹാവ് എ ഗുഡ് ഹസ്ബൻഡ്. ഞാൻ ആദ്യത്തെ എത്ര പേര് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ നോക്കിയത് മാത്രമേ. യെസ്, ഓക്കെ. യെസ്, അപ്പൊ നമ്മൾ എടുത്ത് നോക്കിയത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് ആ പറയാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനിത് സൂചിപ്പിച്ചതാണ്. ഓക്കെ. അപ്പൊ നമ്മളിത് ഡിസ്കസ് ചെയ്തത് യൂസ് ഓഫ് ഹാവ്. ഇതേപോലെയുള്ള അടുത്തൊരു പരിപാടി നമുക്ക് അടുത്ത ദിവസം നോക്കാം. യെസ്, അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ ആ സംഗതിയെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് പ്രോനൗണെ കുറിച്ചാണ് പറഞ്ഞത്. റിലേറ്റീവ് പ്രോനൗൺ ഹൂ എന്ന് വെച്ചാൽ ആയ, വിച്ച് ഏത് എന്ന് നമ്മൾ പറയും, പക്ഷെ അത് മായ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, ദാറ്റ് എന്ന്, പിന്നെ ഹൂസ് ആരുടെ, ഹും ആരെ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഓക്കെ. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞത് നമുക്ക് ഇതിന്റെ 1-2-3 എക്സസൈസ് കൂടെ ഒക്കെ ചെയ്യുമ്പോഴത് മനസ്സിലാവുമെന്ന് പറഞ്ഞത്. യെസ്, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി പറയുന്ന വാചകങ്ങളിൽ ഏത് റിലേറ്റീവ് പ്രോനൗൺ ആണോ അവിടെ സൂട്ട് ആവുന്നത് അത് സൂട്ട് ചെയ്ത് പൂരിപ്പിക്കാൻ നോക്കാം. ഞാനൊരു വാചകം പറയാം, എഴുതിക്കോ. This is the boy. This is the boy dash bicycle was BICYCLE dash bicycle was stolen. STOLEN stolen. Yes, ഞാൻ ഒന്നുകൂടി പറയാം. This is the boy dash bicycle was stolen. എന്നിട്ട് പരീക്ഷയ്ക്ക് വരുമ്പോൾ അടിയിൽ 3 ആൻസർ ഉണ്ടാവും, അതിൽ നിന്ന് എടുത്താൽ മതി. ഇവിടെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഹൂ, ഹൂസ്, ഹും, ഇത് 3 അടിയിൽ കയറിപ്പോൾ നിങ്ങൾ വിചാരിച്ചു. അതിൽ നിന്ന് പൂരിപ്പിക്കും. അച്ചു ആണ് ആൻസർ പറയേണ്ട ആള്. ആലോചിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി. ഒന്ന് മലയാളത്തിൽ അർത്ഥം പറയാമോ സാറേ? ഇല്ല, അത് ഏത് വാക്കാണ് കിട്ടാത്തത്? ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ സൈക്കിള്. സ്റ്റോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റീൽ എന്നുള്ളതിന്റെ, സ്റ്റീൽ മോഷ്ടിക്കുക, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് സ്റ്റോളൻ കേട്ടോ, മോഷ്ടിക്കപ്പെട്ടത്. അപ്പൊ നോക്കിയേ, ദിസ് ഈസ് ദ ബോയ്, ഇതാണ് ആ കുട്ടി. ആരുടെ സൈക്കിളാണോ മോഷ്ടിക്കപ്പെട്ടത് ആ കുട്ടി ഇതാണ്. This is the boy who bicycle was stolen. Who അല്ലേ ചേർത്തെ? യെസ്, ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും പറയാം, അവർക്ക് വേറെ വല്ല അഭിപ്രായം. ഹൂ അല്ലാതെ ഉള്ളത് ചേർത്ത ആൾക്കാരുണ്ടെങ്കിൽ പറയാം. This is the boy whose bicycle was stolen. അതിന് എന്താണ് ചേർത്തെ? Sir, whose? Whose ആണ് ചേർത്തത്. ഓക്കെ. ഹസീന എന്താ ചേർത്തെ? Whose. ഹാസ്നി എന്താ ചേർത്തെ? Whose. This is the boy whose bicycle was stolen. Whose. ഓക്കെ. രേഷ്മ? Whose. Whose ആണ്. അച്ചു ഒന്ന് നോക്കിയേ. This is the boy, ഇതാണ് ആ കുട്ടി. ദിസ് ഈസ് ദ ബോയ്. ആരുടെ ബൈസിക്കിൾ ആണോ മോഷ്ടിക്കപ്പെട്ടത് ആ കുട്ടി ഇതാണ്. ആരുടെ എന്നുള്ളത് എന്താണ്? ഹൂ എന്ന് വെച്ചാൽ ആയ എന്നാണ്. ആരുടെ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡ് ഹൂസ്. ഹൂസ് ആണ് കറക്റ്റ് ആൻസർ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഹൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്
The man dash spoke, S-P-O-K-E, spoke just now, J-U-S-T, just now, is a politician, P-O-L-I-T-I-C-I-A. ഒന്നുകൂടി പറയാം. The man dash spoke just now is a politician. താരക്കാണ് ചാൻസ്. നോക്കിയേ, ആ മനുഷ്യൻ ഡാഷ് സ്പോക്ക് ജസ്റ്റ് നൗ, കുറച്ചു മുമ്പ് സംസാരിച്ചതായ മനുഷ്യൻ ഇസ് എ പൊളിറ്റീഷ്യൻ. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ്. യെസ്, താരേനെ പറയാൻ എന്തോ ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. ഓക്കെ. ഇത് മാൻ ഹൂ സ്പീക്ക് ജസ്റ്റ് നൗ ഇൻ എ പൊളിറ്റീഷ്യൻ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അച്ചു വെരി ഗുഡ് അവിടെ നിൽക്കട്ടെ. താര എന്താ എഴുതിയത്? ഹൂ ആണ് എഴുതിയത്. ഹൂ അല്ലാതെ അവിടെ ഹും വരണമെങ്കിൽ രേവതി ഹും വി സ്പോക്ക് എന്നാക്കണം. നമ്മൾ ആരോടാണോ സംസാരിച്ചത് അങ്ങനെ വരുമ്പോഴാണ് ഹും വരുള്ളൂ. ഹൂ ആണ് കറക്റ്റ് കേട്ടോ. ആരോടാണോ സംസാരിച്ചത് അത്, ഇതങ്ങനെയല്ല, ഇങ്ങോട്ട് സംസാരിച്ചതാണ്. ഇപ്പൊ സംസാരിച്ചതായ ഹൂ ആണ് കറക്റ്റ്. Okay, sir. ഒരു ഡൗട്ട്. പറഞ്ഞോളൂ സേതുലക്ഷ്മി. ഐശ്വര്യ, യെസ്, അടുത്ത് നോക്കിയോ. The film dash we saw, S-A-W so yesterday is an old one. OIME one. ഒന്നുകൂടി പറയാം. The film dash we saw yesterday is an old one. യെസ്, അടിയില് വിച്ച് ഉണ്ട്, ഹൂ ഉണ്ട്, ഹും ഉണ്ട്. ഐശ്വര്യക്കാണ് ചാൻസ്. ഐശ്വര്യ. The film which we watched so yesterday is an old one. യെസ്, വിച്ച് അല്ലാതെ ഉള്ള എഴുതിയാൽ ആരെങ്കിലും ഉണ്ടോ? കറക്റ്റ് ആണ്. വിച്ച് ഈസ് കറക്റ്റ്. വെരി ഗുഡ്. സർ, നമുക്കേ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. The film that we saw yesterday is an old one. അങ്ങനെയും സെന്റൻസ് വരത്തില്ലേ? കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് അടി തന്നിട്ട് ഡാറ്റ ഇല്ലാത്ത ഒഴിവാക്കി. ഓക്കെ സർ. യെസ്, ഓക്കെ. യെസ്, അടുത്തത് പറഞ്ഞുകൊണ്ട് ചെയ്തു. The woman dash the tiger attacked 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 is in the hospital. ഒന്നുകൂടി പറയാം. The woman dash the tiger attacked is in the hospital. യെസ്, നേരത്തെ പറഞ്ഞ ബ്രാക്കറ്റ് തന്നെ, അതായത് വിച്ച്, ഹൂ, ഹും. ഓക്കെ, വുമൺ സ്ത്രീ. എങ്ങനെയുള്ള സ്ത്രീ? ആരെയാണോ ടൈഗർ അറ്റാക്ക് ചെയ്തത് ആ സ്ത്രീ ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ. അവള് ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഇത് സേതുലക്ഷ്മിക്കാണ് ചാൻസ്. സാറേ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കേട്ടില്ല. കൊച്ചു പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയേക്കും. ഹസീന പറഞ്ഞോളൂ. ഹും. വെരി ഗുഡ്. നോക്കിയേ, ഹും അല്ലാതെ പൂരിപ്പിച്ച ആരെങ്കിലും പറയട്ടെ, നമുക്ക് കറക്റ്റ് ചെയ്യാം. ദ വുമൺ, ആ സ്ത്രീ. ഏത് സ്ത്രീ? ആരെയാണോ ടൈഗർ അറ്റാക്ക് ചെയ്തത്, ആരെ. ഹും ദ ടൈഗർ അറ്റാക്ക്ഡ് ഈസ് ഇൻ ദി ഹോസ്പിറ്റൽ. അത് എവിടെയാണ്? ഹോസ്പിറ്റലിലാണ്.
The woman dash the tiger attack ATTACKED that is in the hospital. Is in the hospital. Thank you, sir. Okay, very good. അപ്പോൾ നമ്മൾ പ്രോനൗണിനെ കുറിച്ച് പറഞ്ഞു, നൗണിനെ കുറിച്ച് പറഞ്ഞു, പ്രോനൗണിനെ കുറിച്ച് പറഞ്ഞു, റിഫ്ലക്സീവ് പ്രോനൗണിനെ കുറിച്ച് പറഞ്ഞു, റിലേറ്റീവ് പ്രോനൗണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ അതിന്റെ ആൻസർ ടൈപ്പ് ചെയ്താൽ മതി. കാരണം എഴുതി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഒരു പോയിന്റ് തരാൻ പറ്റും. യെസ്. അപ്പൊ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം ടൈപ്പ് ചെയ്യുന്ന 3 പേരെ ഞാൻ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. ഫസ്റ്റ് 3 പേരെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വിളിച്ചു പറയണ്ട, വിളിച്ചു പറഞ്ഞ എല്ലാവരും കേൾക്കുമല്ലോ. അതുകൊണ്ടാണ് വിളിച്ചു പറയണ്ട എന്ന് പറഞ്ഞത്. യെസ്, നിങ്ങൾ ടൈപ്പ് ചെയ്യാം. യെസ്. അപ്പൊ ഇതിന് ഒരു നിയമമുണ്ട്. ഞാൻ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ആരംഭിക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ബി എന്നാണ്. ബി മീൻസ് ബോയ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ബിയിലാണ് ആരംഭിക്കേണ്ടത്. യെസ്. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 2 കാര്യങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം, പിന്നെ പുതിയതായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളിൽ എന്തെങ്കിലും ഞാനിപ്പോൾ പറയുന്നതിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം. യെസ്. പെട്ടെന്ന് എല്ലാ ഉത്തരവും കൂടി വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസർ ആരെങ്കിലും 3 പേരിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഹസീന ആൻഡ് രേവതി ഒന്ന് ശ്രദ്ധിച്ചോളാം. ആരായിരുന്നു ആദ്യത്തെ 3 പേരെന്ന് ഒന്ന് ശ്രദ്ധിച്ചോളാം. യെസ്. അപ്പോ ഐ ആം ഗോയിങ് ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ്. യെസ്. ചോദ്യം ഇതാണ്. ഇതിനകത്ത് മലയാളം പരിഭാഷ ഉണ്ടായിരിക്കുന്നതല്ല, കാരണം ഇത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. യെസ്. ക്വസ്റ്റ്യനും ആൻസറൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മലയാളം പറയാം. യെസ്. ക്വസ്റ്റ്യൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ, ഐ ആം സ്റ്റാർട്ടിംഗ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The structure built, BUILT, built across the river is called dash. Anu, Sakilat, Jisbit. ഓക്കെ, ചോദ്യത്തിന്റെ സ്റ്റൈല് പിടികിട്ടിയല്ലോ. ഇതാണ് ചോദ്യം. സിമ്പിൾ ചോദ്യങ്ങളാണ്. യെസ്. ഇതേപോലെ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഞാനിപ്പോൾ അത് പേര് പറയുന്നത് 3 പേർക്ക്. അനു, ഷാകിലത്ത്, ജിസ്മിന് ഒരേ പോയിന്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. യെസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ ആൻസറിന്റെയും ഫസ്റ്റ് ലെറ്റർ ബി ആണ് മാർക്കുന്നത്. എ കൈൻഡ് ഓഫ് ക്ലോത്തിങ് that keeps you warm, 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 that keeps you warm. Anu, Aishwarya, Alisa. Anu, Aishwarya and Alisa. Yes. The answer is correct. Okay, Jasmine, correct. Yes, okay. The answer is blanket. And uttaram endana blanket enna. Very good. Another word for start, START, start. Another word for start. Anu, Hasina, Aishwarya. Anu, Hasina and Aishwarya. Correct answer ആണ് start, begin അല്ലെങ്കിൽ beginning. Yes. Okay. Next question. ഇനി ഞാൻ പറയാൻ പോകുന്ന ചോദ്യത്തിന്റെ ആൻസർ ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല. നിങ്ങൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എഴുതിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല. യെസ്.
ചോദ്യം ഇതാണ്, ദ മീൽ MEAL മീൽ ഓഫ് ദി ഡേ, മീൽ ഓഫ് ദി ഡേ, ജിസ്ബിൻ, ഹസീന, അനു. ജിസ്ബിൻ, ഹസീന, അനു. കറക്റ്റ് ആൻസർ ആണ് ബ്രഞ്ച്, BRUNCH. അതായത് ലേറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു 11 മണി 11:30 ഒക്കെ കഴിയുമ്പോൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്, അത് ഉച്ചക്കലത്തെ ഊണും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിക്കുന്ന ഭക്ഷണമില്ലേ, അങ്ങനെ കഴിക്കുന്നതിനെ പറയുന്ന പേരാണ് BRUNCH. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സിബിളിംഗ്, SIBLING, ലോജിക്കായിട്ട് ആലോചിച്ചാൽ മതി. യെസ്, ഹസീനക്കും അനുവിനും മുകളിൽ ഒരാളുണ്ടായില്ല, അതാരായിരുന്നു? ഹസീന, അനുവിനും മുകളില് അലീസ. അലീസ. യെസ് 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 യെസ്. ഓക്കെ ഓക്കെ, അലീസിനെ പെടുത്തിയിട്ടുണ്ട്. യെസ്, ദ ആൻസർ ഈസ് ബ്രദർ. യെസ്, കറക്റ്റ് കറക്റ്റ്, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത്, ഞാനൊരു സംഗതിയുടെ പേരാണ് പറയുന്നത്. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ മീനിങ് കേട്ടിട്ട് അത് എന്താണ് ആ സംഗതി എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ഉപയോഗമാണ് ഞാൻ പറയുന്നത് കേട്ടോ. വെയർ, WEAR, വെയർ ഇറ്റ് across your waist, WAIST. യെസ്, ബാഗ്. ഇതിന്റെ അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ആരൊക്കെയാണ് ബെൽറ്റ് എഴുതിയത്? ആരൊക്കെയായിരുന്നു ഹസീന? ഹസീനക്ക് കിട്ടിയില്ല. യെസ്, ബെൽറ്റ് വന്നത് പെട്ടെന്ന് ഇങ്ങനെ ബാഗും ബെൽറ്റും വന്നപ്പോൾ ആരൊക്കെയാണ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അലീസ, ജിസ്ബിൻ, ഹസീന. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഗുഡ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പോസിറ്റ് ഓഫ് ഡൾ, DULL, ഡൾ. ഹസീന മുഴുവനാക്ക്. ഐഷ, കറക്റ്റ്. ഐഷ, ജിസ്ബിൻ, ഐഷ, ബ്രൈറ്റ് ആണ് എന്റെ ടൈപ്പിംഗ്. ഐഷ, ജിസ്ബിൻ, ശ്രീകുട്ടി. ഹസീന ഇതിപ്പോ ബി മാത്രം വന്നോളൂ അല്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഇത് മനസ്സിലായിട്ടൊന്നും നിൽക്കണ്ട, ഒരു ഫ്രണ്ട്ലി മാച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ചു കേട്ടോ. എ ചെസ് പീസ്, PIEC പീസ്. ചെസ് നമ്മൾ കളിക്കുന്ന ചെസ്സുകളില്ല, ചെസ്. എ ചെസ് പീസ് ദാറ്റ് മൂവ്സ് diagonally. A chess piece that moves diagonally. Yes, okay. Sejrishmi പറയാം. A chess piece that moves diagonally. ഈ ചോദ്യം കേട്ട് പറയാം കേട്ടോ. ചെസ് കളിക്കുന്നവരുടെ പെട്ടെന്ന് മനസ്സിലാവും. A chess piece that moves diagonally. അതല്ല സാഹിലത്തെ, വേറൊരു പേരാണ്. സർ, യെസ്, അലീസ. സർ, ബിഷപ്പ് ആണോ? ജിസ്ബിൻ. എനിക്കിവിടെ ടൈപ്പ് ചെയ്യാൻ വരുന്നില്ല. ബിഷപ്പ് ആണോ? അതെ. അലീസ, ജിസ്ബിൻ, ഹസീന. ഞാൻ അനുവിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അനു, യെസ്, ഓക്കെ. ബിഷപ്പാണ്, ബിഷപ്പ് കേട്ടോ. എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് മാർക്ക് മാത്രമേ ഉള്ളൂ. അത് തരുന്നതിൽ ഞാൻ ഒരിക്കലും ലോകം വിചാരിക്കുന്നത്. അപ്പൊ 3 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് പരിഗണിക്കാം. യെസ്, ഓക്കെ. ഇനി അടുത്തത്
ഞാനൊരു എക്സ്പ്ലനേഷൻ മാത്രം പറയാം, നിങ്ങൾ എന്നെ ബാക്കി പറഞ്ഞാൽ മതി. ഫേഷ്യൽ, FACIAL, ഫേഷ്യൽ ഹെയർ, HAIR, ഫേഷ്യൽ ഹെയർ. ഫേഷ്യൽ ഹെയർ. സർ ഒന്നുകൂടെ പറയാമോ? ഫേഷ്യൽ ഹെയർ അതത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. ഫേഷ്യൽ ഹെയർ, HAIR വന്നിട്ടില്ല. ജസ്മിനെ അതിന് വന്നിട്ടില്ല. ഫേഷ്യൽ ഹെയർ ഇത് ആണുങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ക്ലൂ കിട്ടുന്നുണ്ട്. അനു, ഐശ്വര്യ, അലീസ. അനു, ഐശ്വര്യ, അലീസ. യെസ്. BA തടി. യെസ്, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ നമ്മൾ ഇത്ര നേരം ചോദിച്ചത്, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ആ ചോദ്യത്തിന് ബിയിൽ വെച്ച് തുടങ്ങുന്ന ആൻസർ പറയും. ഇതാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. ഞാൻ ചോദ്യമൊന്നും മാറ്റിയിട്ട് ഞാൻ ഒരു മീനിങ് പറയുന്നു, അതിന്റെ 1 വേർഡ് നിങ്ങൾ പറയണം. യെസ്, അതിന്റെ 1 വേർഡ് നിങ്ങൾ പറയും. പറയാനോ ടൈപ്പ് ചെയ്യാനോ? പറയുകയാണെങ്കിലേ നമുക്ക് എല്ലാവരും കൂടി പറയുമ്പോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ്. യെസ്, ടൈപ്പ് ചെയ്യാം. ചോദ്യം ചോദിക്കുന്നത് സേഫ്, SAFE, സേഫ് ടു ഈറ്റ്, EAT, സേഫ് ടു ഈറ്റ്. അതിന് നമുക്കൊരു 1 വേർഡ് ഉണ്ട്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ കവറിന്റെ പുറത്തുണ്ടാവുക വേർഡ്. സർ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ? അല്ല. അല്ല. ഓക്കെ. സേഫ് ടു ഈറ്റ് അത് ജിസ്മിനെ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കൽ ഇല്ലാത്തതെന്നാണ്. യെസ്, ഐശ്വര്യ, കറക്റ്റ് ആൻസർ. ഐശ്വര്യ, സാഹിലത്ത്, രേവതി. ഐശ്വര്യ, സാഹിലത്ത് ആൻഡ് രേവതി. നേരത്തെ വന്നിട്ടില്ല അല്ലേ? യെസ്, ഓക്കെ. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് എഡിബിൾ. യെസ്, ഓക്കെ. ഇപ്പൊ അതിന്റെ സംഗതി പിടി കിട്ടിയാലോ? സേഫ് ടു ഈറ്റ്, തിന്നാൻ പറ്റുന്നത്, അതിന് പറയുന്ന പേരാണ് എഡിബിൾ ഇംഗ്ലീഷിൽ. ഞാനൊന്ന് മാറ്റുകയാണ്. സേഫ് ടു ഡ്രിങ്ക്. സേഫ് ടു ഡ്രിങ്ക്. Safe to drink. Yes, Alisa. അലീസ മാത്രമേ ഉള്ളൂ. അലീസ, സാഹിലത്ത്, ഹസീന. അലീസ, ഷാഹിലത്ത്, ഹസീന. യെസ്. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. യെസ്, ചോദ്യം ഇതാണ്. easy to see, SEEC, easy to see. Easy to see. Yes, Aishwarya. Disbin, Revati. Aishwarya, Disbin and Revati. യെസ്. അപ്പൊ ഞാനിത് ലഭിച്ചിട്ടുള്ള പോയിന്റുകളൊക്കെ ഒന്ന് പറയാം. യെസ്, ഓക്കെ. ഇത് ഒരു മത്സരമായിട്ട് എടുക്കണ്ട, ഒരു ഫ്രണ്ട്ലി മാച്ച് കേട്ടോ. ചിലപ്പോൾ ഞാൻ പോയിന്റ് രേഖപ്പെടുത്തിയ ഒരെണ്ണമൊക്കെ അങ്ങോട്ട് കാലത്ത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ക്ഷമിച്ചേക്കാം. ശ്രീകുട്ടി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രേവതി 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സാഹിലത്ത് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഐശ്വര്യക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്.
ജിസ്ബിന് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അലീസക്കും 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഹസീനക്കും 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ ജിസ്ബിനും അലീസയും ഹസീനയും 2ാം സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. യെസ്. അനുവിന് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 1ാം സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. യെസ്. Thank you, sir. കുറച്ച് കിട്ടിയവർക്കും കൂടുതൽ കിട്ടിയവർക്കും കിട്ടാതിരുന്നവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. കാരണം ചിലപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള നമ്മുടെ വേഗത കുറവുകൊണ്ട് നമുക്ക് ഒരുപക്ഷെ ആദ്യം എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു വരില്ല. ഇതൊരു മത്സരമല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നടത്തിയ ഒരു ടെസ്റ്റാണ്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി. ഇടക്കിടക്കൊക്കെ ഇങ്ങനെയും ലാസ്റ്റത്തെ 5-10 മിനിറ്റ് ഒക്കെ ഇങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ ഞാൻ സൈൻ ഔട്ട് കൊണ്ട് വിളിക്കാം. അല്ലെങ്കിൽ ക്ലോസ് ചെയ്തോട്ടെ. Sir. Okay. We will meet in the next class. Okay. Bye. Thanks, sir. Okay. Thank you, sir. Thank you, sir. Thank you, sir. Okay.